പൊളിക്കാനായില്ലേ? ഇതെന്താ തിന്നങ്ങാൻ പൊളിച്ച് തീരും നിങ്ങള്? ഇതാ വെറൈറ്റി പായസം. ഒരു കൊട്ട റംബൂട്ടാനായിട്ടോ. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞ് ഗിഫ്റ്റ് വന്നു കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഗിഫ്റ്റാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് പൊട്ടിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയിലാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഈപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവളെ സർപ്രൈസ് ആയിട്ട് പൊട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റും കൊണ്ട് അവളടുത്ത് പോയി നോക്കാം. ഓളൊരു എക്സ്പ്രഷൻസും ഓരോ ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പാർസൽ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനം എന്നല്ല, കുറച്ചെന്തോ ഒരു വെറൈറ്റിയാണ്, ഒരു ഗുഡ് മെസ്സേജ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. പൊളിക്കാനായില്ലേ? ഇത് കാണാനായിട്ട് എന്തൊരു എന്താ പറയാ, ഒരു ഉറക്ക കിട്ടായ്മുണ്ട്. ഇത് പൊളിക്കായിട്ടല്ലോ. ഇവിടെ നമ്മൾ വേറെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, അതൊന്നും പൊളിക്കായിട്ടില്ലേ. ഭയങ്കര എന്താ പറയാ, ഒരു ഉള്ളില് ഭയങ്കര വിഷമവും. തൽക്കാലം കുറച്ചേരം ഇങ്ങനെ ക്യൂരിയോസിറ്റിയിൽ നിൽക്ക്. പൊളിക്കാൻ നമുക്ക് ഒരു രാത്രി പൊളിക്കാം, അല്ലെങ്കിൽ നാളെ പൊളിക്കാം. രാത്രി പൊളിക്കാം. തൽക്കാലം കൊണ്ടുപോയേ സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ട സംഭവം. ഞാൻ ഇവിടെ ഒരാൾക്ക് ഫ്രണ്ട്സ് നല്ല പൂതിയായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഭയങ്കര പൊളിയില്ല ഇപ്പൊ. ചിലത് നല്ല രസമുണ്ട്, നല്ല മധുരമുണ്ട് ഉണ്ടല്ലേ. പക്ഷെ ചിലത് ഞാനിപ്പോ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നല്ല പുളി. വൈകുന്നേരം ഇപ്പൊ ഇവിടെ ഒരാളെയും കൊണ്ട് കറങ്ങാൻ പോവാ ഗൈസ്. ബൈക്കിലില്ലേ, ബൈക്കില് ഹെൽമെറ്റ് ഇട്ടില്ലെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ മെയിൻ റോഡിലൊന്നും കയറുന്നില്ല. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് വരെ മാക്സിമം അത്രേ പോവുള്ളൂ, അല്ലാണ്ട് അതിന് കൂടുതലും പോകില്ല അല്ലേ. നമ്മൾ സേഫ്റ്റി നോക്കിയിട്ടേ പോവുള്ളൂ. ഇത് ഞാൻ ഹിബന്റെ വീട്ടിൽ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് പോയി ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ. നല്ല പോയിന്റ് തീരത്തായിട്ടാണ് ഈ ഒരു ചായ സ്പോട്ട് വരുന്നത്. നമ്മളെ കാലിക്കറ്റ് തന്നെ ഏറ്റവും വലിപ്പമുള്ള ബ്രിഡ്ജുകളിൽ ഒന്നാട്ടോ ഇത്. കണ്ണടിക്കേ അടിക്കേ എന്താ പറയാ ഒരു സംഭവം കണ്ണടിക്കേ. ഞാന് ഓൺലൈനിൽ കട വാങ്ങിച്ച ചെറിയ പൈസ ഉള്ളു. നോക്കി രസം നോക്കിയത്. സാധനം തുറന്നു നോക്കി. കുഞ്ഞി പാക്കിംഗ് ഒക്കെ ആണല്ലേ, നല്ല ക്യൂട്ട്. ഇത് ഓൺലൈൻ വാങ്ങിച്ചാ? ഓൺലൈനിൽ വാങ്ങിച്ചാ? ഓൺലൈൻ വാങ്ങിച്ചല്ലോ. പിന്നെ അവിടെ നോക്കിയേ നൈസ് അല്ലേ? എനിക്കിത് ലൂസാന്ന് തോന്നുന്നു. നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. മറ്റേത് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് മറ്റേതാ വേണ്ടിയത് അല്ലേ ഗൈസ്. ഇന്ന് ഫുള്ള് ഞാൻ ഇവൻ അങ്ങ് സർപ്രൈസ് കൊടുത്തിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കും ഞാൻ. അതാ എന്റെ പ്ലാന്. അപ്പോൾ വിചാരിക്കും ഇനിയും കുറെ ഉണ്ടെന്ന്. കഴിഞ്ഞിട്ട് ഇത് രണ്ടെണ്ണേ ഉള്ളൂ, മറ്റേ രാത്രി പൊടിക്കാം. ഹലോ, എന്ത് ചെയ്യാ? ചപ്പാത്തി ഉണ്ടാക്കുക കണ്ടോ. ഇവിടെ കുക്ക് ചെയ്തുകൊണ്ട് സിനിമ കണ്ടുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക. ഞാൻ ഒച്ചയിട്ട് വന്നു നോക്കിയതാ. ഓടിച്ചതാ. റീസൺ ഞാൻ പറയില്ല. നീ ചപ്പാത്തി വെച്ചോ, റീസൺ ഞാൻ പറയില്ല. ചിരിച്ചിരുന്ന റീസൺ പറയില്ല ഗൈസ്. ഓടിച്ചതിന് റീസൺ ഉണ്ട്. സ്പെഷ്യൽ എന്താ? ചപ്പാത്തിക്ക് സ്പെഷ്യൽ. ചപ്പാത്തിക്ക് എന്താ കറി? അങ്ങനെയൊക്കെ പറയും ഗൈസ്. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവും. എന്തോ ഓർമ്മ ആയിട്ട് പെട്ടെന്ന് വന്നതാ, എന്നെ വിളിച്ചു വന്നാ. എന്താ എന്ത് സാധനം? ഇതാ വെറൈറ്റി പായസം. ടേസ്റ്റ് നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള പായസം. നമ്മള് കടച്ചക്കല്ലേ, കടച്ചക്ക കൊണ്ട് പായസം വെച്ചതാ. കുഞ്ഞു വന്നല്ലേ വന്നേരം കുഞ്ഞു പറഞ്ഞ കടച്ചക്ക പായസം വെക്കണം. എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്താന്നുള്ളത്. ആ ചെറിയ ചക്ക അല്ലേ? ഇന്നലെ ഞാൻ കണ്ടിരുന്നു, ഞാൻ ചോദിച്ചിരുന്നു. എനിക്കത് ഫ്രൈ പൊരിച്ചെന്നാലോ ഭയങ്കര ഇഷ്ടം. ഞാനത് ഫസ്റ്റ് ടൈം അയക്കുന്നത്. പായസം അല്ല, പായസം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് അയക്കുന്നത്. നിങ്ങൾ അയച്ചിട്ടുണ്ടോ കടച്ചക്ക പായസം? ഫുഡ് അടിപൊളിയുണ്ട്. ഇപ്പൊ കാലിന്റെ കഷ്ണം പോലും മാറ്റിച്ചില്ല, ഒക്കെ എന്താ പറയുക ഫിനിഷാക്കിയിട്ട്. അപ്പോൾ നമ്മളെ എന്താ പറയുക ചിക്കൻ ചുക്കിയായിരുന്നു ഈ പറഞ്ഞ സ്പെഷ്യൽ. ചിക്കൻ ചുക്കിയൊന്നുമല്ല ഇതെന്തീനത്? ചിക്കൻ ചുക്കമായിട്ടുള്ളൊരു സാധനം അല്ലേ? അടിപൊളി ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെന്ന് അറിയാം. ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൈസ്. ഉള്ളു വടിച്ചെടുത്ത് കൈസ്. എനിക്ക് കുറച്ചേ ബാക്കിയുള്ളൂ. എക്സ്ട്രാ ചപ്പാത്തി ഒക്കെ ചുട്ടിട്ടൊക്കെ ബാക്കി. ഇത് നമ്മൾ ഇടുക്കിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ച് കുഴിച്ച ഒരു നാരങ്ങമ്പഴത്തിൻ്റെ മുകളിൽ നമ്മളെ നാട്ടിലുണ്ടായ മാർഗം കേട്ടോ. അപ്പോൾ എന്താ പറയുക, വലുതായിക്കുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് നോക്കട്ടെ, ഇത് സെറ്റ് ആയിക്കുണ്ടോ ഇല്ല. കാരണം നമ്മളെ നാട്ടിൽ ഉണ്ടാവാറില്ലല്ലോ ഇത്. അപ്പോൾ മുറിച്ച് നോക്കല്ലേ ഇപ്പം. അപ്പോൾ അത് എന്താ പറയുക, നമ്മളെ നാട്ടിലാണ് മുസമ്പി ഉണ്ടായിട്ടോ. നമ്മളിത് ഇടുക്കിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉണ്ടാവില്ലാന്ന് വിചാരിച്ച് കുഴിച്ചിട്ടോ. ഓനാണെങ്കിൽ ഗ്യാരണ്ടി പറഞ്ഞു ഉണ്ടാവുന്നുള്ളല്ലേ. ഞാൻ ടേസ്റ്റ് ഉണ്ടോ? കറക്റ്റ് നാരങ്ങ, സോറി മുസമ്പി.
നല്ല മധുരമൊക്കെ ഉണ്ട്. നല്ല മധുരമുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന ഗൈസ് മുസംബി. യെസ് യെസ്. അപ്പോൾ ഗൈസ് അങ്ങനെ വെയിറ്റിനൊടുവിൽ ഞങ്ങളിത് പൊളിക്കാൻ പോവാം. ഓളെ ഞാൻ ഒരു ദിവസം കാത്തിരിപ്പിച്ചിട്ടോ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് പൊളിക്കാൻ സമ്മതിക്കരുത്, കുറച്ച് ടൈമൊക്കെ എടുത്ത് പൊളിക്കണം. അപ്പോൾ പിന്നെ നമ്മളിതാ പൊളിക്കും. ഇനി പൊളിക്കുന്നത് ഞാൻ പൊളിക്കണോ? അതൊക്കെ നല്ല വലിപ്പമുണ്ടല്ലേ? ഇതാ ഇപ്പം അതിൻ്റെ പകുതിയോളുണ്ടത്. പൊടിച്ചോ? ഞാൻ പൊളിക്കാനാ? ആണ് ഉറപ്പാ? എന്താ കണ്ട സ്നേഹം കണ്ടില്ല, എൻ്റെ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കണം നടത്തുന്ന. പിന്നെ ഞാൻ തന്നെ അങ്ങ് പൊട്ടിച്ചു കൊടുത്തോളാം. ഭയങ്കര ഇതാണ് ഇവ. നല്ല പാക്കിങ്ങിലാ വന്ന്, അങ്ങനെ പൊട്ടി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല പാക്കിങ്ങിലാണ് സാധനം വന്നത്. തിന്നങ്ങാൻ പൊളിച്ച് തീരും നിങ്ങള്. എന്റെ ഇപ്പൊ എത്ര സെല്ലോട്ടൊക്കെ പൊട്ടിച്ചേ? എന്റെ കൈ വേണ്ടി വരില്ല മിക്കവാറും. പിന്നെ ഒരു 2 സെല്ലോട്ട് പൊളിക്കാൻ എന്റെ കൈ വേണല്ലോ. ഇവിടെ സംഭവം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എത്രയാണ്? 24x36 ഇഞ്ചായിരിക്കും. 24x36 വീതി ഇതൊക്കെ അല്ലേ? നമ്മൾ പൊളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കഴബ ഗേറ്റ് ഇൻസ്പയർ ആയിട്ട് ചെയ്ത ഒരു അറബിക് വേർഡ്സ് ഒക്കെ ഉണ്ട്. അറബിക് വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിതിപ്പോൾ എന്താ പറയുക ഹാങ് ചെയ്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ 2 ആണി വേണം. പക്ഷെ ഒരാണി വെച്ച് തൽക്കാലം ഹാങ് ചെയ്യുന്നതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഹാങ് ചെയ്തിട്ടില്ല. ഇപ്പം അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത് നിൽക്കുമ്പോൾ അല്ല, പക്ഷെ നമ്മളത് വെച്ചിട്ട് ദൂരത്തു നിന്ന് എടുക്കുന്ന സമയത്ത് നല്ലൊരു ഷോ കിട്ടുന്നു കേട്ടോ. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഏതായിട്ട് എൻ്റെ അഭിപ്രായം എന്താ? സംഭവം രസമുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നോക്കിയിരിക്കാൻ തോന്നുന്നു. യെസ്, അതിൽ കുറേ വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കൗബൻ്റെ പിന്നെ മക്കൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി സാധനം അല്ലേ? ശരിക്കും ഞാനത് നമ്മൾ തുറക്കുന്ന സമയത്ത് ഉള്ളതിനെക്കാട്ടി അടിപൊളി നമ്മൾ ദൂരത്ത് കാണുന്നു കേട്ടോ. ഇവക്ക് ഇവിടെ ഒരാള് ഇവനെ കാണാൻ വരുമ്പോ ഒരു കൊട്ട ആ കൊട്ട നോക്കി നടക്ക്. ഇവനപ്പോ നല്ല ഫ്രഷ് ഇട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാന്. ഇവനെ കാണാൻ വന്ന് ഈ കൊട്ടയിൽ റംബൂട്ടാനായിട്ട്. സാധാരണ എല്ലാരും എണ്ണക്കടി പലഹാരമൊക്കെ കൊണ്ടുവരും ഇവിടെ. എന്നാലും ഇവിടെ നേരെ ഓപ്പോസിറ്റ് നല്ല പൈത്ത റംബൂട്ടാൻ കൊണ്ടുവന്ന് പൊളിച്ച് കാണിച്ചവർക്ക്. പൊളിക്കലാണ് ടാസ്ക്. ഇങ്ങനെ നഗല്ലാത്തതിനുണ്ടേ. പക്ഷെ ഇതിനെന്തോ ഒരു ടെക്നിക്ക് ഉണ്ട്. ഇങ്ങനെ എന്തോ വലിച്ചാലും പോരും. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഫ്രഷ്. മറ്റേ എന്താ പറയാ മരുന്നൊന്നും അടിക്കാത്ത നല്ല റംബൂട്ടാൻ അലീവ. റംബൂട്ടാൻ ഒന്നും മതി നമുക്ക് കൊണ്ടുവന്ന എന്നെ തിന്നാണ് ചോദിച്ചിട്ട്.